വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും അടിക്കടി നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് കുട്ടികളാണെന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. അത്തരത്തിലുള്ള അപകടങ്ങളിലൊക്കെ പ്രധാനമായി ഉണ്ടാകുന്നത് നീന്തൽ അറിയാൻ കഴിയാത്തത് തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു ഗ്രാമം മുഴുവൻ നീന്തലിലേക്ക് പോവുകയാണ്. ഒരു ഗ്രാമത്തിലെ വിദ്യാർത്ഥികൾ മുഴുവൻ നീന്തൽ പഠിക്കുകയാണ്. വളയം ഗ്രാമപഞ്ചായത്തിലെ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അച്ചംവീട് ആണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നത്. ഇവിടെ ഈ ഒരു കുളത്തിൽ വെച്ച് പരിശീലനം സിദ്ധിച്ച പ്രണവത്തിന്റെ പ്രവർത്തകർ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം ഒരുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു നീന്തൽ പരിശീലനം നടക്കുന്നത്. 5 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമാകുന്നു. നമ്മുടെ പുതിയ തലമുറ ലഹരിയിലേക്കും മറ്റ് ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും ഒക്കെ പോകുന്നതിൽ നമ്മുടെ രക്ഷിതാക്കൾക്കും ഒരുപാട് ആശങ്കയുണ്ട്. അക്കാലത്ത് ആരോഗ്യപരമായ ഒരു ലഹരിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ടുപോവുകയാണ് ഈ ഒരു പ്രണവം ക്ലബ്ബ്. കേരളത്തിലെ ഏറ്റവും മികച്ച യുവജന ക്ലബിനുള്ള അംഗീകാരം കൂടി നേടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഈ വളയത്തുള്ള പ്രണവം അച്ചംവീട്. ഇവിടെ ഇവരൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ഈ ഒരു പരിശീലനത്തിന്റെ ഭാഗമാകുന്നത്. 50ഓളം വിദ്യാർത്ഥികൾ ഇതിനകം പരിശീലനം നേടിക്കഴിഞ്ഞു. ഇപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു. നാദാപുരം മേഖലയിലുള്ള 3ഓളം പഞ്ചായത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമാകുന്നത്. ഈ ഒരു കാഴ്ചകൾ കാണാം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. എങ്ങനെയുണ്ട്? ഇത് നല്ലൊരു പ്രവർത്തനമാണ്. എനിക്ക് നീന്തൽ അറിയില്ല. ഇപ്പോൾ കുറെ എല്ലാം പഠിച്ച് ഇനി കുറച്ച് ദിവസം കൂടി പിന്നെ നല്ലോണം പഠിച്ച് മുന്നിൽ പോയാലും നീന്താൻ അറിയാം. എങ്ങനെയുണ്ട്? ഉഷാറാ? പറ. കുറെ ആളുകളെ പഠിച്ച് കഴിഞ്ഞു കള്ളു. ഇനി കുറച്ച് ദിവസം കൂടിയാ പഠിക്കുള്ളൂ. ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും? നീന്തൽ പരിശീലനം മനസ്സിലാവുന്നുണ്ട്? വേഗം പഠിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങളെ മുന്നിലല്ലേ ഇനി ആരെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ അപകടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ നിങ്ങൾ റെഡിയാണ്? രണ്ട് വർഷം മുമ്പാണ് ഞങ്ങൾ ഇങ്ങനൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഇത്തരം പരിപാടികളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഞങ്ങളുടെ ക്ലബിന് കേരളത്തിലെ ഏറ്റവും മികച്ച യുവജന ക്ലബിനുള്ള പുരസ്കാരം യുവജന ശ്രമങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. നമുക്കറിയാം, വടകര പ്രദേശത്ത് വടകരയ്ക്കിപ്പുറം മറ്റൊരു സ്ഥലത്തും നീന്തൽ പരിശീലനം സൗജന്യമായിട്ടെന്നല്ല നമുക്ക് ഒരു ചാർജ് കൊടുത്തിട്ടും നടത്താൻ പറ്റിയ ഒരു സ്ഥലങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഈ ഓരോ സീസണിലും ഒരു 1500-1600ഓളം ആൾക്കാരാണ് നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം ഞങ്ങൾ 50ഓളം കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ 50 പേരെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അപേക്ഷകരുടെ എണ്ണം ഒരുപാട് കൂടുതലായതുകൊണ്ട് 200-ൽ പരം അപേക്ഷകൾ വന്നത്. പക്ഷേ ഞങ്ങൾ സ്ഥലപരിമിതിക്ക് ഉള്ളിൽ വെച്ച് ഞങ്ങളൊരു 130ഓളം പേരെ ഈ പ്രാവശ്യം പരിശീലിപ്പിക്കുകയാണ്. ഏകദേശം കുട്ടികളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഞങ്ങൾ ഈ പരിശീലനം നടക്കുന്നത്.
ഞങ്ങൾക്ക് ഈ പരിശീലനം നൽകിയത് നിലവിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനുമായ രമേശൻ ആലച്ചേരി എന്ന നീന്തൽ പരിശീലകനാണ്. അദ്ദേഹം 5000-ഓളം പേരെ സൗജന്യമായിട്ട് പരിശീലനം കണ്ണൂർ ജില്ലയിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.